ബഹ്റൈനിലാണ്. ബഹ്റൈനിലെ പേളിംഗ് പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ബഹ്റൈനിൽ വന്നിട്ട് ഈ സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ അത് മോശമാണ്, നഷ്ടമാണ്. കാരണം ബഹ്റൈൻ്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൈതൃക കേന്ദ്രമാണ് പേളിംഗ് പാത്ത്. മുഹറക്കിലാണ് കേട്ടോ. മുഹറക്കിലൂടെ പോകുമ്പോൾ നമ്മളൊരു പാലം കാണാറില്ലേ, അതുവഴി കയറി ഇറങ്ങിയാൽ നമുക്ക് ഈ പേളിംഗ് പാത്തിലെത്താൻ പറ്റും. സന്ദർശനമൊക്കെ ഫ്രീ ആണ്. ഒരു കാലത്ത് ബഹ്റൈൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്നു മുത്ത് വ്യാപാരം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബഹ്റൈനെ പവിഴദ്വീപ് എന്നൊക്കെ വിളിക്കുന്നത്. എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് ലോകത്തിലെ പ്രകൃതിദത്ത മുത്തുകളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു നമ്മുടെ ബഹ്റൈൻ. ഈ പാതയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെങ്ങനെയാവും മുത്ത് വ്യാപാരം നടത്തിയത് എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ആശ്ചര്യപ്പെടും. മുങ്ങൽ തൊഴിലാളികൾ, വ്യാപാരികൾ, അത് സൂക്ഷിക്കുന്ന ഗോഡൗണുകൾ, കയറ്റുമതികൾ ഒക്കെ ഒരു ആശ്ചര്യപൂർവ്വം നമുക്കിങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് പേളിംഗ് പാത്ത്. മുത്ത് സൂക്ഷിച്ചിരുന്ന ഗോഡൗൺ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു മ്യൂസിയമുണ്ട്. മുത്ത് കണ്ടെത്തിയ പല ചിപ്പികളും, കോടിക്കണക്കിന് വിലമതിക്കുന്ന മുത്തുകളുണ്ടായ ചിപ്പികളുടെ ഒരു ഘടനയൊക്കെ അവിടെ ഇപ്പോഴും കാണാവുന്നതാണ്. പണ്ടത്തെ മുത്ത് വ്യാപാരികളായിരുന്ന പല ആൾക്കാരുടെയും വീടുകൾ, പഴയ പള്ളികൾ, ഗോഡൗണുകൾ എന്നിവയുടെ രൂപവും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നും ബഹ്റൈനിൽ നിലവിലുള്ള പല പണക്കാരും പണ്ടത്തെ മുത്ത് വ്യാപാരികളായിരുന്നു. അവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ ഉള്ളത്. എസ്പെഷ്യലി നമ്മുടെ കാനു, ഫഹ്റു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവരൊക്കെയും പഴയ മുത്ത് വ്യാപാരത്തിൻ്റെ ആൾക്കാരായിരുന്നു. 2012 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. പൈതൃക പട്ടികയിൽ ഉള്ള സ്ഥലമാണ്. 3.5 കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. അപ്പോൾ എന്ത് തന്നെയായാലും ബഹ്റൈനിലുള്ളവർ നിർബന്ധമായും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് ഈ പേളിംഗ് പാത്ത്, അതിനോടനുബന്ധിച്ചുള്ള മ്യൂസിയമൊക്കെ. ബഹ്റൈനുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ആയിരിക്കും.